പെട്ടെന്ന് നമുക്കൊരു ചിക്കൻ വൈറ്റ് പുലാവ് അങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ കാണുന്ന സ്പൈസസും ചേർത്ത് കൊടുത്ത് 2 സവോള നൈസായിട്ട് സ്ലൈസ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ സവോള ഒന്ന് ചെറുതായി വഴണ്ട് വന്നാൽ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്ത് ഒരു തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും 1/4 കപ്പ് തൈരും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴുകി വെച്ച 3/4 കിലോയോളം ചിക്കൻ പീസസും ചേർത്ത് വലിയ കഷ്ണങ്ങളാക്കി 2 കിഴങ്ങും ചേർത്ത് കൊടുത്ത് ഇനി ഈ മസാലയിലേക്ക് ചിക്കനും കിഴങ്ങും ഒക്കെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു പിടി മല്ലിയിലയും ചേർത്ത് മൂടി വെച്ചൊരു 15 മിനിറ്റ് വേവിച്ച് ചിക്കനൊക്കെ ഒന്ന് ഹാഫ് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ച 4 ഗ്ലാസ് ബസ്മതി റൈസും ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് കുക്കറിന്റെ മൂടി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു ഒറ്റ വിസിൽ അടുപ്പിച്ച് തീ ഓഫ് ചെയ്യാം. എയർ മുഴുവനായും പോയതിനു ശേഷം നമ്മൾ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ വൈറ്റ് പുലാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. സൂപ്പർ ടേസ്റ്റ് ആണ്, സിമ്പിൾ അല്ല ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ എങ്ങനെ ഈ വീക്കെൻഡ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.